വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? നമ്മളിന്ന് പുറത്ത് നിന്നിട്ടാണ് ഇന്നത്തെ ഇൻട്രോ ഒക്കെ പറയണത്. എല്ലാവരോടും പറഞ്ഞു കൊടുത്തേ, നമ്മൾ പുറത്തുനിന്ന് മോത്തി ആൻറ്റിയുടെ വീട്ടിൽ പോവാ പറഞ്ഞു. ഞങ്ങൾ മോത്തി ആൻറ്റിയുടെ വീട്ടിൽ പോവാണ്. എന്നിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിച്ച് എന്ത് മുന്നാ പോണത് വാക്ക് റുവാക്ക് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഞാനും റുവ ബേബിയും മോത്തിയൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് പുറത്തുനിന്നാണ് ഇന്ന് ഫുഡ് കുക്ക് ചെയ്യണത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പൂരിയും പിന്നെ പാലക്കറിയാണ് കേട്ടോ കുക്ക് ചെയ്യണത്. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വന്നിട്ടാണ്. റുവ ബേബി ഭയങ്കര ഹാപ്പി ആയിട്ടാ പുറത്തിറങ്ങിയപ്പോൾ. അവളിത് അവിടെ ഒക്കെ നടന്ന് കളിക്കുന്നു. ഇവർക്ക് തണുപ്പുള്ള കാരണം സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്തേക്കണ്ട. ഇങ്ങോട്ട് പോയോ, ഓടിയോ ഓടിയോ. ഓ ഇനിയിപ്പോ ഒരു പോക്ക് പോട്ടാ, പിടിക്കാൻ കിട്ടൂലേ. റുവാ ഇവിടേക്ക് വാ, ഫുഡ് ഉണ്ടാക്കണ്ട, നമുക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ. റുവാക്ക് ഞാൻ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇനി നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഒരു ടൈം ആവില്ല. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു പാലക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അതിലേക്ക് ഈ ഒരു പാലക് ലീവ്സും 2 തക്കാളിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അത് കട്ട് ചെയ്യാണ് ആദ്യം. പിന്നെ ഇത് ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രങ്ങളും എല്ലാം സെറ്റാണ് കേട്ടോ. വേറൊരാളെ കാണിച്ചു തരാം. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിൽ റുവ ബേബി കുക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഹായ് റുവ. റുവ എന്താ ഫുഡ് ഉണ്ടാക്കണ? റുവ എഗ് ഉണ്ടാക്കും. റുവാടില് എഗ് ഉണ്ട്. ദേ എഗ് ഉണ്ടാക്കിക്കോ, ഇതിൽ വെച്ചിട്ട് എഗ് ഉണ്ടാക്കിക്കോ. മടുത്തരാം. ആ ഓക്കെ ഓക്കെ. റുവ ഫുൾ സൈ ഉണ്ടാക്കിയാ. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു പാലക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫൊക്കെ. പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടുള്ള ഓണിയനാണ്, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോർമൽ ഓണിയൻ. പിന്നെ ഇത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. നേരത്തെ കാണിച്ചില്ലേ, ടൊമാറ്റോയും ചില്ലിയും പാലക് ലീവ്സും. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഓണിയൻ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള കാരണം വേഗം തന്നെ അടുത്ത ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. I thought you added chili also. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാട്ടാ. റുവ ബേബി ഇല്ലേ, നമ്മൾ ലീവ്സ് ആയിട്ട് കുക്ക് ചെയ്യണ കാരണം കൊണ്ട് റുവാക്കും ഇല പൊട്ടിച്ചു കൊടുത്തേക്കണ്ട, മുരിങ്ങയുടെ ഇല. അത് വെച്ചിട്ട് റുവ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ല ക്ലീൻ ചെയ്ത് വെച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല പൗഡേഴ്സ് ഒക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. You say what all powders you are adding? Coriander. Okay. Okay. അപ്പോൾ എല്ലാ പൊടികളും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കനിൽ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനൊക്കെ ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതേ അതിലേക്ക് ആ ഒരു പാലക് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ മുഴുവനായിട്ട്. അപ്പോൾ കുറച്ച് ടൈം അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കായപ്പോൾ പിന്നെ നമ്മൾ തുറന്നിട്ട് ഈ ഒരു പാലക് ലീവ്സും ചിക്കൻ കറിയൊക്കെ കൂടി മിക്സ് ചെയ്യണ്ട. ബേബി ബിസ്ക്കറ്റ് തിന്നണുണ്ടാ? ബിസ്ക്കറ്റ് കാണിച്ചു തരുമോ? ബേബിൻ്റെ കയ്യിലല്ലേ 2 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അല്ലേ? അമ്മ തിന്നണരുവാ? ഡാൻസിങ് ആണ് ഒരുപാട്. ഇനി നമ്മൾ ഫൈനലി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ അടിപൊളി പാലക് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭൂരിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് മിക്സ് ആക്കി എടുക്കാണ്. അപ്പോൾ ഇതേ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോട്ടി ഇതേ പരത്തണുണ്ട് കേട്ടോ ഓരോരോന്നായിട്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഭൂരികളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതേ അവിടെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ ഭൂരി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകാം. അപ്പോൾ ഇതേക്കുവിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നേരത്തെ വന്നിട്ടുണ്ട്, 11 മണിയൊക്കെ ആവണിട്ടുണ്ട്. ഇനി ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റി ആണോ? ഇതെന്താ സംഭവം എന്ന് അറിയാക്കുവിന്? ഇത് പാലക് ചിക്കൻ കറിയാണ്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. കഴിച്ചിട്ടുണ്ടോ പാലക് കറി? പിന്നെ ഭൂരി മൈദ വെച്ചിട്ടുള്ള ഭൂരിയാ, മറ്റേതല്ല. ടേസ്റ്റിയാണോ? സൂപ്പറാണോ? ഇവ കഴിക്കണ്ടിട്ടാ. എനിക്ക് വയല് വെച്ചത് ടേസ്റ്റിയാണോ? സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് മോത്തിന്റെ കൂടെ കഴിക്കും. അപ്പോൾ ഇത് നല്ല അടിപൊളി ഭൂരിയും പാലക് ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ക്രിസ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ട്രൈ ആക്കിയതാണ്, എന്നാലും ഒന്നും കൂടി കറിയൊക്കെ കൂട്ടിയിട്ട് അടിപൊളി.